ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ സ്റ്റൂ ആണെന്ന് കാണിക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ സ്റ്റൂ ആണെന്ന് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണിത് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും തന്നെ റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ് ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ കേരള സ്റ്റൈല് ചിക്കൻ സ്റ്റൂ ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് ഒരു 3 ഏലക്കായ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ചെറിയ പീസ് പട്ടയും ഒരു 5-6 ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയുടെ പകുതി ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. സവാള നല്ല ബ്രൗൺ കളറാവൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5-6 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലുള്ള ഇതിലേക്ക് നന്നായിട്ട് എരിവ് ഇറങ്ങുള്ളൂ. കാരണം നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് എരിവ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ പീസോ വലിയ പീസോ ഒക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ചിക്കൻ ഒരു വൈറ്റ് കളറാകുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് നാരങ്ങാനീര് കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ചിക്കൻ ഒരു വൈറ്റ് കളറാകുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി ഉപ്പ് ആവശ്യമുണ്ടാവും. നമ്മളിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചിക്കൻ ഒരു വൈറ്റ് കളറാകുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു 2 മിനിറ്റെങ്കിലും ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഒരു വൈറ്റ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഒരേ അളവിലാണ് ഇപ്പോൾ ഞാൻ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. ഇത് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇതിനോടൊപ്പം തന്നെ ഒന്നുകൂടി ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് കുരുമുളക് പൊടിൻ്റെ ആവശ്യമില്ല. നമ്മളെ കറി ഒരു കറുത്ത കളറ് വരരുത്. നമ്മുടെ കറിക്ക് ഒരു വൈറ്റ് കളറാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ കളർ തന്നെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ബാക്കി പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ട് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം, കറിവേപ്പിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. അപ്പോൾ ഞാനൊരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. ഇപ്പോൾ ഞാനിവിടെ 1 മുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. 2-ാം പാൽ കുറച്ചധികം നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ തേങ്ങാപ്പാലിലെ 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കനും വെജിറ്റബിൾസും ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് നമുക്ക് ചിക്കനും വെജിറ്റബിൾസും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഈ അടപ്പ് തുറന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലെ തവി വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്.
ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു 10 അണ്ടിപ്പരിപ്പ് കുറച്ച് സമയം വെള്ളത്തിലൊന്ന് കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണിത്. ഇപ്പോൾ 2-3 ടേബിൾ സ്പൂണോളം അണ്ടിപ്പരിപ്പ് അരച്ച പേസ്റ്റ് ഉണ്ട്. അത് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കുറുക്കവും നല്ല ടേസ്റ്റുമാണ് ഈ കറിക്ക് കിട്ടുക. അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ അത്യാവശ്യം കറി ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ടാവും. അണ്ടിപ്പരിപ്പ് അരച്ച പേസ്റ്റ് ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളിത് ഇതുപോലെ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം തിളക്കരുത്, അപ്പോൾ കറി പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. 1-ാം പാൽ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ബ്രൗൺ കളർ ആയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചത് ഇട്ടതിന് ശേഷം കുറച്ച് സമയം നമുക്കിത് മിക്സ് ചെയ്യാതെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഒരു 10 മിനിറ്റിന് ശേഷം മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റ്യൂ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡിന്നറിനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചിക്കൻ സ്റ്റ്യൂവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്